തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി പിടികൂടിയെന്ന അമ്മയുടെ പരാതിയിൽ തെരച്ചിലിൽ നിന്ന് കൂടുതൽ സംഘമെത്തുകയാണ്. കുട്ടിയെ കണ്ടെത്തുന്നതിന് ഉൾവനത്തിലടക്കം തെരച്ചിൽ നടത്തും. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാകും ഇന്നത്തെ തെരച്ചിൽ. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നലെ രാത്രി അമ്മ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അവിടെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന്, വനവകുപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടന്നിരുന്നു. അതൊരു തോട്ടം മേഖലയാണ്. രാത്രി ഒരു വെല്ലുവിളിയായിരുന്നു ഈ തെരച്ചിലിന്. ഇപ്പോൾ നേരം പുലരുമ്പോൾ തെരച്ചിൽ എങ്ങനെയാണ്, വരും മണിക്കൂറുകളിൽ എങ്ങനെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? സൂരജ്. ടി കെ ക്രിസ്റ്റീന, ഇന്നലെ വൈകുന്നേരം 6:30യോടുകൂടിയായിരുന്നു ഈ 6 വയസ്സുകാരിയെ കാണാതാകുന്നത്. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ മകൾ റോഷ്നിയാണ് ഇന്നലെ മുതൽ കാണാതായത്. ഈ അമ്മ ഈ കുട്ടിയെ വീട്ടിൽ നിന്ന് പുലി കടിച്ചുകൊണ്ടുപോകുന്നത് കണ്ടു എന്ന് അയൽവാസികളോടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും അറിയിക്കുകയായിരുന്നു. പിന്നീട് വലിയ സംഘമാണ് ഇന്നലെ രാത്രി ഒക്കെ ഈ മേഖലയിലെത്തി തിരച്ചിൽ നടത്തിയത്. നേരം പുലരുന്നതുവരെ ഈ സംഘം തിരച്ചിൽ തുടർന്നു. പക്ഷേ കുട്ടിയെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇതോടുകൂടിയാണ് കൂടുതൽ സംഘത്തെ എത്തിച്ചുകൊണ്ട് വനമേഖലയിലേക്ക് കൂടി കടന്നുകൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് നടക്കുന്നത്. ഇന്നലെ എല്ലാം തന്നെ തോട്ടം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലടക്കമാണ് നടന്നിരുന്നത്. തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിന്റെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നലെ തെരച്ചിൽ നടത്തി. ഈ തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരുന്ന പുലി വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ കടിച്ചുകൊണ്ടു പോവുകയായിരുന്നു എന്നുള്ളതാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉൾവനത്തിലേക്ക് അടക്കം കയറിക്കൊണ്ടുള്ള ഒരു തെരച്ചിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി ഇന്ന് നടത്താനുള്ള ആലോചനയിലാണ് വനംവകുപ്പ് സംഘമുള്ളത്. ടി കെ ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്.